ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെന്നൈയിലാണുള്ളത്. ഇതെല്ലാവരും ഉണ്ട്. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നത് ഇവിടുന്ന്. ഇത് നമ്മൾ എടുത്തൊക്കെ പോകുന്നത് ശേഷപ്പാ നമ്മളെവിടെയാണ് പോകുന്നത്? ഹലോ, നമ്മളിതാ പോവാണ് ഇപ്പോൾ ടെമ്പോ ട്രാവലർ. എവിടെയാണെന്ന് വെച്ചാൽ ചെന്നൈയിലെ മഹാബലിപുരം. ഓക്കെ, ഇതെല്ലാവരും ഉണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാണ്. പുതിയപ്പോൾ ഫുഡ് ഇങ്ങനത്തെ ഫുഡ് ഇതാന്ന് ഗൈസ്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഈ വണ്ടിയിലാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. മഹാബലിപുരത്തേക്ക് പോകുന്നത് ഈ വണ്ടിയിലാണ്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്തു വെക്കണം. ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. ഏകദേശം എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ശാശാമേത, അൻജയ് ബ്രോ, എല്ലാവരും സെറ്റായിട്ടുണ്ട്. നിഹ ഓക്കെ ഗൈസ്. അന്നൂസ് ഇത് റെഡി ആയിട്ടുണ്ട്. ശിവാനിത, ശിനിയാൻറ്റി ഇതാ ഫുഡിന്റെ മെയിൻ ആളാണ്. ശിനിയാൻറ്റി, മഹാബലിപുരത്തിനെ പറ്റി എന്താ പറയാ? എന്താ സംഭവം? മഹാബലിപുരത്തിന്റെ ചരിത്രം പല്ലവ രാജാക്കന്മാരുടെ കാലത്തുള്ള ശില്പകലാവേലകൾ. അവിടെ തന്നെ ഓരോരോ അതില്ല, ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മളെക്കാളും ജാസ്തി ടൂറിസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് എത്ര ടൈം യാത്രയുണ്ട്? ഇവിടുന്ന് 65 കിലോമീറ്റർ ആണ്. 65 കിലോമീറ്റർ ഉണ്ടല്ലേ? അപ്പോൾ സെറ്റാക്കാം. ഇതെല്ലാം നമ്മൾ ആൻറ്റിയാന്ന്. ഇതാ ചക്കര വാ, വണ്ടി കയറി. നിഹിത, രസി ആൻറ്റി, രേഷ്മ ആൻറ്റി, അന്നു, രാജാപരത, എല്ലാവരും കയറിയിട്ടുണ്ട്. വണ്ടിയെല്ലാം സെറ്റായിന്. ഇതാ ഗൈസ്, ഞങ്ങളങ്ങനെ മഹാബലിപുരം എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി. ഇത് ആപ്പനിലതാ നടന്നു പോകുന്നത്. അനഞ്ച് ഏതാ മുന്നിൽ നടന്നു പോകുന്നത്. നീഹ ഏതാ, അന്നു, അന്നൂസ്, ശരിയാൻറ്റി. ഇത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ? അതെവിടെയാ ഗൈസ്? ഇതാ ശനിയാനി രാജാപനത മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഇതിന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. മഹാബലിപുരത്തിന്റെ ഐരാവത ഐരാവത അല്ല, എന്ത് 5 രഥങ്ങളുള്ളതും ആനേനെ കൊണ്ടുവന്നതൊക്കെ ഉണ്ട്. നമുക്കങ്ങനെ ഇവിടുന്ന് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇവർ നായനുള്ളിൽ കയറാത്ത പറ്റാത്തതുകൊണ്ട് ടിക്കറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് തന്നതാണ് ഗൈസ്. അപ്പോൾ ഒരു ടിക്കറ്റ് ഇതാ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടി. മഹാബലിപുരത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒറ്റ കല്ലിൽ ഒരു ശിലയിൽ ആനേനെ ഉണ്ടാക്കിയ സ്ഥലമാണിത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അനഞ്ച് ചെയ്ത വീഡിയോഗ്രാഫിയിലാണ്. അനൂസേ നടക്കൂ ഗൈസ്. ഇതാ നമ്മളെ കൂടെ വന്ന ടീംസ് ഇതാ അതിൻ്റെ ഉള്ളിൽ. ഇതാ ഒരു ഫോട്ടോഷൂട്ടിലാണ് ഉള്ളത്. നിഹ, ഇതെന്താ നിഹ? ഉപ്പിലിട്ട മാങ്ങുന്നുണ്ട് ഗൈസ്. ഇതാ നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഇതാ ഫോട്ടോഷൂട്ടിൽ. രസിയാനി എൻ്റെ ഉള്ളിൽ നല്ല ഫോട്ടോന് പോസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഗൈസ്. നോക്കൂ ഗൈസ്, എന്താ ശിലകൾ നോക്കൂ. രസിയാനി ഇത് ശില പോലെ വന്നിട്ട് ശനിയാനിക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ വേറൊരു ശില, ഇതിന്റെ പേര് ഇതെന്നാ ശനിയാൻറ്റി? അർജുനന്റെ പ്രതീകമായിട്ടാ, അർജുനന്റെ പ്രതീകമായിട്ടാ ഈ ശിലേന്റെ പേര്. ഈ ശിലേന്റെ പേരെന്തെങ്കിലും ഉണ്ടോ? ഫുള്ള് കൊത്തുപണികളല്ലേ? അപ്പോൾ ഗൈസ്, ദിവ്യാട്ടനിതാ നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഏറ്റവും മേലെ പോവുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ പോകാം. ദിവ്യാട്ടനിൽ ഏറ്റവും മേലെയാണുള്ളത്. അടുത്ത ശിലേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ശിലേന്റെ പേരെന്തേനു ശിലേന്റി? എന്ത്? ഐന്ദരഥം. ഐന്ദരഥം എന്ന് പറയുമ്പോൾ 5 രഥങ്ങളാണ്. അപ്പൊ ഐന്ദരഥത്തിന്റെ ചുറ്റും നമുക്ക് കാണാം. അതിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് ഐന്ദരഥം. സംഭവം നല്ല സൂപ്പറാണ്. നല്ലൊരു വൈബുണ്ട് ഇവിടെ.
ഗൈസ് അപ്പോൾ 5 രഥത്തിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഉള്ളോട്ട് കയറി പോവാണ്. ഗൈസ് കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പർ ആയിരിക്കുന്നുണ്ട്. കൂടുതൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒറ്റ ശിലയിൽ തീർത്ത സംഭവം തോന്നുന്നു. ഗൈസ് 5 രഥത്തിന്റെ നമ്മൾ ചുറ്റും ഒന്ന് കയറി നോക്കട്ടെ. അത്യാവശ്യം നല്ലോണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ലാസ്റ്റിലത്തെ ശിലയാണിത്, സൂപ്പർ ശില. ഗൈസ് ഈ ശിലയിൽ ഒറ്റക്കല്ലിൽ തീർത്തതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒറ്റക്കല്ലിൽ എന്താ അതിൻ്റെ വർക്കുകൾ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഒറ്റ ശിലയിൽ ഒറ്റ കല്ലിൽ തീർത്ത ആന. ഇതിന്റെ പ്രത്യേകത എന്നാ? ഹലോ, ഇതാണ് ഇവിടുത്തെ പ്രധാന മുഖ്യമായ സംഭവം. ആനേന്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട് ഗൈസ്. ആനേന്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞാലും ചകര എങ്ങനെയുണ്ട്? മഹാബലിപുരത്തെ ശിലയിൽ തീർത്ത ഇതല്ലോ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെ? മഹാബലിപുരത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സൈഡ് മാത്രമാണ് മഹാബലിപുരത്തിൻ്റെ. ധനുട്ടൻ എങ്ങനെയുണ്ട് മഹാബലിപുരം? എന്തായാലും കാണേണ്ട സ്ഥലം. മഹാബലിപുരത്തിൻ്റെ അടുത്ത സ്ഥലത്തെത്തി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓൾഡ് ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഇത് മഹാബലിപുരത്തെ മെയിൻ സംഭവം ഉണ്ട്. ഇതെന്നാ രാശാപ്പ ഇതിനേണ്ടി ഇവിടെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പാർക്കെല്ലാം കൊണ്ടുള്ള മറ്റേ വ്യൂ പോയിന്റ് ഇതുണ്ട്. എങ്ങനെ പാർക്കല്ലേ? ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ കൃഷ്ണന്റെ വെണ്ണ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്തായാലും അത് പോയി കാണാം അല്ലേ? സൂപ്പർ. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് നമ്മളിത് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം കാണാം ഗൈസ്. ശിവാനി ഇത് അവിടെ നേരത്തെ വന്നിരിക്കുന്നുണ്ട്. ശിവാനി, ഇവിടെ നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ എൻ്റെ പേര് മലേൻ്റെ മുകളിലെ ഒരു കോവിലുണ്ട് ഇവിടെ. അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഇത് നമ്മൾ ഒന്നിച്ച് വന്ന ടീംസ് എല്ലാവരും ഉണ്ട്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ചമ്മ ഇതാ കയറുന്നുണ്ട്. അച്ചമ്മ അച്ചമ്മ നീഹ, ആൻറ്റി, ടെസി ആൻറ്റി, ചക്കര, പുതിയപ്പനെ പോയി. പുതിയപ്പനെ താഴ്ന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്നൂസ് ഇതാ കയറി വരുന്നുണ്ട്. ഇതാ മേലെ വന്ന് നോക്കുമ്പോൾ വ്യൂ കണ്ടോ, അടിപൊളി വ്യൂ ആണ്. അതേപോലെ തന്നെ ഇതാ നമ്മൾ മേലെ എത്തണം. എനിക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് സിനേൻ്റെ? നല്ല സൂപ്പർ സൂപ്പർ അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള വ്യൂ ആണ് ഇവിടെ. ദിവ്യൻ്റെ എങ്ങനെയുണ്ട്? അടിപൊളി. കയറി വന്ന് നോക്കുമ്പോൾ എങ്ങനെ? എന്താ നീഹ ഏതോ പ്ലേസ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോവാന്ന് ഗൈസ്. ഫോട്ടോ ഇനി എടുക്കാം ഗൈസ്. ഇവിടുന്ന് ഫോട്ടോ എടുത്ത് തരുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുക്കുന്നില്ല. ഇതാ ഗൈസ് നമ്മളെ ടീംസ്. ഇതാ ഗൈസ്. രാജാപ്പ ഇതാ നിങ്ങൾ കിടന്നു പോയേ ഗൈസ്. രാജാപ്പ അടിപൊളി വ്യൂ ആണ് ഗൈസ്. സൂപ്പർ. ചെന്നൈൻ്റെ ഒരു വേറൊരു സ്ഥലം. ചെന്നൈ അല്ല, ചെന്നൈയിൽ നിന്ന് കുറേ ഒരു 65 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വരുന്നൊരു സ്ഥലമാണിത്, മഹാബലിപുരം ഗൈസ്. ഇതാ നമ്മളിതാ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇതാ നീഹയുണ്ട്, ഞാനും ഉണ്ട്. നീഹ എങ്ങനെയുണ്ട്? എന്തായാലും സംഭവം നല്ല സെറ്റാണ്. ഇനി മേലേക്ക് കയറി പോട്ടെ ഗൈസ്. ഡേഞ്ചർ സ്ഥലമാണ് ഗൈസ്. ഇതാ ഇതിലെ പോയി കഴിഞ്ഞാൽ താഴെ വീഴും. അതുകൊണ്ട് ഇതാ നേരെ മെല്ലെ കയറി പോവാ. ഇതാ നമ്മള് കേരളയിൽ ജനിച്ചു പറഞ്ഞാണ്. നമ്മളെ നാട്ടിലെവിടെ നടന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതാണ് ഒരു പ്രശ്നമല്ല ഗൈസ്. ഇതാ ഗൈസ് നമ്മൾ ഒന്നിച്ച് വന്ന ടീംസാണിത്. ടെസിൻ്റെ ഇത് തലയിട്ട് നോക്കുന്നു. ദിവ്യൻ്റെ ഗൈസ് വ്യൂ നോക്ക്, എന്താ വ്യൂ, ഇതുപോലത്തെ ഒരു വ്യൂ ഗൈസ്. അത് അതിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇത് നമ്മൾ ഒന്നിച്ച് വന്ന ടീംസ് ഇതവിടെ ഉണ്ട്.
ലെസിയൻ്റെ ഇതാ, ദീപേൻ്റെ ഇതാ. ദീപൻ ഇതൊക്കെ ഇവിടുന്ന് ഫോണ് താഴെ വീണ് പോയാൽ താഴെ നിൽക്കേണ്ടി വരും ഗൈസ്. ഉണ്ടോ എത്ര ഹൈറ്റ് മേലെയാണ് നമ്മളുള്ളത്. ഇതാണ് ഗൈസ് ലൈറ്റ് ഹൗസ്. അടുത്ത നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നതായിരിക്കും. മഹാബലിപുരത്തിൻ്റെ വേറൊരു ഭാഗമാണിത്. സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് ആണ്. അടുത്ത നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസ്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വ്യൂവിനെ പറ്റിയാ ആ വ്യൂവിനെ പറ്റി നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ എന്താണ് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മഹാബലിപുരം. റെസിഡന്റ് എങ്ങനെയുണ്ട് ഈ മഹാബലിപുരം? അടിപൊളി, ഒന്നും പറയാനേ ഇല്ല. എന്തെങ്കിലും പറ നിങ്ങൾ. ചെന്നൈയിൽ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ചെന്നൈയിൽ വന്ന മസ്റ്റ് ട്രൈ ഐറ്റമാണ്. രശ്മിന്റെ മഹാബലിപുരം എങ്ങനെയുണ്ട്? അടിപൊളി മഹാബലിപുരം. പാറക്കെട്ടുകളാണ്. ചക്കര ഇനി പറയൂ മഹാബലിപുരത്തെ പറ്റി. ഗൈസ് മെയിൻ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ കടലിന്റെ വ്യൂ ഉണ്ടോ? ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല, പക്ഷെ അടിപൊളി സൂപ്പർ വ്യൂ ആണ്. നല്ല കാറ്റുമുണ്ട്, നല്ല രസം. ഞങ്ങളുടെ അരിക്കൊമ്പൻ ഇതാ. ഗൈസ് കേക്ക് തന്നിരിക്കുന്നു, രാശാപ്പിത കേക്ക് തന്നിന്. അപ്പോൾ ഇതാ നമ്മളിതാ ഇത്രയും ഹൈറ്റിന്റെ മുകളിൽ നിന്ന് കേക്ക് കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. മൺഡേ ഹോളിഡേ ആണ് ഇവിടെ. 5 ചെയ്ത മുമ്പിൽ നടക്കുന്നുണ്ട്. ഓക്കെ എല്ലാവരും ഉണ്ട്. ലൈറ്റ് ഹൗസിലേക്ക് ഇതാ മുകളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഇതാണ് ലൈറ്റ് ഹൗസ്. ഇതാ നമ്മളിത് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇതാ താഴെ ഇതാ ഇവരെല്ലാം നിൽക്കുന്നുണ്ട്, ആപ്പനെല്ലാം നിൽക്കുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ കയറിയ ബിൽഡിംഗ് ആണത്, ശിലയും കാര്യങ്ങളുള്ള സംഭവം. നല്ല അടിപൊളി വ്യൂ ആണ്. തന്നൂട്ടാ എങ്ങനെയുണ്ട് അന്നു? ഗൈസ് ലൈറ്റ് ഹൗസ് പൊള്ളി സ്ഥലമാണ്, അടിപൊളി. ഇവിടുത്തെ മെട്രോ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സംഭവം സൂപ്പറാണ് ഗൈസ്. അങ്ങനെ ലൈറ്റ് ഹൗസിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലൈറ്റ് ഹൗസിന്റെ എക്സ്പീരിയൻസ്? പക്ഷെ കേറാൻ കുറച്ച് പേർക്ക് പേടിയുണ്ടേനു. എങ്ങനെയുണ്ടായിരുന്നു? കേറാനല്ല ഇറങ്ങാനല്ലേ പേടി? ഇറങ്ങാനും കേറാനും കുറച്ച് പേടി. സ്റ്റെപ്പ് ഇത്തിരി ചെറുതാണ്. എങ്ങനെയുണ്ട്? ഇതൊന്ന് സിമ്പിൾ ആണ്, കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഇത് ചക്കര ഇതാ കയറി പോന്ന്. അടുത്ത ഇതാ ഞാൻ കയറി പോവാണ്. സംഭവം വെറൈറ്റി കയറി. ട്രക്കിംഗ് ആണ് ഗൈസ്. ട്രക്കിംഗ് സൂപ്പറാണ് ഗൈസ്. എന്താ അന്നൂസ് ഇതാ കയറി വരുന്നത്, അതുപോലെ നീഹ കയറി വരുന്നത് ഗൈസ്. അങ്ങനെ മഹാബലിപുരത്തെ ഏറ്റവും ഡേഞ്ചറസ് സ്പോട്ടായ അഡ്വഞ്ചറായിട്ട് നമ്മൾ കയറി വന്നൊരു സ്പോട്ടാണിത്. അതിൻ്റെ ഒരു വ്യൂസ് കാര്യങ്ങൾ നോക്കാം. ഏറ്റവും മേലെയുള്ളത്. ശരിയെൻ്റെ എങ്ങനെയുണ്ട് കയറി വന്നേ? ഒന്നും പറയാനില്ല. ഇപ്പൊ ഇരിക്കട്ടെ. റെഡിക്ക് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്ക് ആണ്. ഞാൻ റീഷ്മെന്റ് ഞാൻ കയറുമെന്ന് വിചാരിച്ചിട്ടില്ല. ഭയങ്കര പേടിയാണ് ഉള്ളിൽ. എന്നാൽ ഞാൻ ധൈര്യം വെച്ച് ഇതിന്റെ മുകളിൽ കയറി. ഞങ്ങളിങ്ങനെ കുനിഞ്ഞു കയറി. പിന്നെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാലേ കയറാൻ പറ്റുന്ന ലേഡീസിന്. എന്തായാലും നല്ല അടിപൊളി. നമ്മളെ കൂടെ വന്ന് 2-3 കയറാൻ താഴെ ബാക്കിയുണ്ട്. ഒരു മെല്ലെ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്ക് ഗൈസ്, അടിപൊളി വ്യൂ ആണ്. സംഭവം ഡേഞ്ചറസ് സ്പോട്ടാണ്. ഒന്ന് കാല് തെറ്റിയാൽ താഴെ വിടുന്ന ഒരു സംഭവമാണ് ഗൈസ്. നോക്കൂ ഗൈസ്, നമ്മളെ ടീംസ് ഇത് അവിടെ. ശിവാനി എപ്പോഴും ഇരിക്കേ അഡ്വഞ്ചറസ് സ്പോട്ട്. നിഹ എങ്ങനെയാണ് കയറി വന്നത്? പേടി ഉണ്ടായിരുന്നോ? കുറച്ച് അത് എന്റെ ചെരുപ്പ് സ്ലിപ്പായിരുന്നു. ഞാൻ അങ്ങനെ നല്ല ഞാനിവിടെ കാല് വെക്കൂ. എങ്ങനെയാലും കേറിയില്ലേ? അതാണ് നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത സ്പോട്ട് അതാണ്. അടുത്ത സ്പോട്ട് ഗൈസ് ഈ ഒരു സ്പോട്ടിലാണ് പടയപ്പ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ള.
നമ്മൾ സാധാരണ വെണ്ണക്കല്ലെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് അതിൽ വെണ്ണക്കല്ല് കാണാൻ പറ്റുക. അതായത് കൃഷ്ണാസ് ബട്ടർ ബോൾ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെ ഒരു ടെമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു നോക്കാൻ പോകുന്ന കൃഷ്ണ ആൻഡ് ബട്ടർ ബോൾ എവിടെ? അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. എവിടെ? അത് അങ്ങോട്ടാന്നാ പറഞ്ഞത്. ഗൈസ് അങ്ങനെ ഇത് നമ്മളൊരു പാറേൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ബട്ടർ ബോൾ ഏതാണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. എന്തായാലും ഒരു പാറ നിൽക്കുന്ന നോക്ക് ഗൈസ്. ഇതെങ്ങനെയാണ് നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ പാറ നിൽക്കുന്നത്. നമ്മൾ കൂടെ വന്ന എല്ലാവരും തളർന്നു പോയിരിക്കുന്നു ഗൈസ്. എല്ലാവരും ഇതാ കിടന്നു, ധനുട്ടം കിടന്നാണ് ബട്ടർ ബോൾ. ഈ ബട്ടർ ബോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആന പിടിച്ച് വലിച്ചിട്ട് നീങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു കല്ല് വന്ന് നിൽക്കുന്നൊരു സംഭവമാണിത്. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടോ ഗൈസ്? ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു ഞങ്ങൾ കാശപ്പ. ഇത് ഒറ്റക്കല്ലാണ് സംഭവം. ഇതിൻ്റെ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അത് എന്തോ ഇത് ബട്ടർ ബോൾ എന്നറിയപ്പെടും. ബട്ടർ ബോൾ വെണ്ണ, കൃഷ്ണൻ്റെ വെണ്ണ. ആ കൃഷ്ണൻ്റെ വെണ്ണ അതിൻ്റെ കഷ്ണം കടിച്ച് വേറെ നോക്ക്. അതോടി അത് കാണിച്ച ഞങ്ങൾ ബട്ടർ ബോൾ ഒറ്റ കല്ലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് 7 ആണുങ്ങളും ചേർത്ത് പിടിച്ചിട്ടും ഇത് വലിച്ചിട്ടും അവർ അളക്കാൻ പറ്റാത്തൊരു ബോളാണ്. ഒരുപാട് വർഷങ്ങളായി പുരാതനമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും നല്ലൊരു വ്യൂ ആണ് ഇത് കാണാൻ അല്ലേ? ഫോട്ടോസ് കാര്യങ്ങളിൽ എടുക്കാൻ സൂപ്പറാണ്. ഭയങ്കരമായിട്ട് തോന്നും. ഭയങ്കരമായി തോന്നുന്നല്ല, ഭയങ്കരം തന്നെയാണ്. ഇത് എത്ര വലുപ്പമുള്ള പാറയത്? ദൂരെ കാണുമ്പോൾ ഒരു ചെറിയ പാറ പോലെ തോന്നുമെങ്കിലും അടുത്തെത്തിയാൽ അതിന്റെ ഒരു വലിപ്പം മനസ്സിലാവും. എന്തോ പറയാൻ വിചാരിച്ചവള് വന്നിട്ട് നമ്മള് ഒരു സപ്പോർട്ട് ഇല്ലാത്ത പോലെ ഈ അടിഭാഗം നോക്ക്. അടിഭാഗത്തിലൊക്കെ ആ ഈ ഒരു സപ്പോർട്ടിൽ മാത്രം നിൽക്കുന്നുണ്ടാ. എന്തായാലും സംഭവം സൂപ്പറാണ്. നമ്മൾ ട്രിപ്പ് കാര്യങ്ങളിൽ അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഈ ഒരു കല്ല് മാറ്റിയാല് 1000 രൂപ കിട്ടുന്നതാണ്. വേറൊരു കല്ലിരിക്കുന്നുണ്ട് കണ്ടോ. ഇതൊരു വലിയ കല്ലാണ്. ഒരു കല്ലിൻ്റെ കൂടെ വീണിരിക്കുന്നതാണ് ഈ ദൃശ്യം നമ്മൾ കാണിക്കുന്നത്. ആ ഗുഹ അതന്നെ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പുണ്ട്. അത് ഗുഹ എന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കറിയാം ഗുഹയാണോ എന്ന്. ഗൈസ് അപ്പോൾ മഹാബലിപുരത്തെ മെയിൻ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിപ്സ് ക്രിയേഷൻസ് വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ഡിപ്സ്.